കിടക്കണം. നിങ്ങൾ ആക്സിഡന്റ് പറ്റിയ പേഷ്യന്റ് ആണ്. എനിക്ക് പോണം. വിടാൻ. എന്താ ഇത്? എന്താ ദിവ്യ, എന്താ പറ്റിയേ? എനിക്ക് പോണം. ഇന്ന് നവംബർ 9-ാം തീയതിയല്ലേ? അല്ല. അതെ. ദിവ്യ, നിന്നെ ഇവിടെ ഇന്ന് ആക്സിഡന്റ് പറ്റി അഡ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആരാ കൊണ്ടുവന്നത്? എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നെന്ന്? എന്നെ രാഹുൽ തട്ടിക്കൊണ്ട് പോവായിരുന്നു. അതിനിടയിൽ എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. ഇന്നെന്റെ വിവാഹമാണ്. മുഹൂർത്തത്തിന് മുൻപായി എനിക്ക് അവിടെ എത്തണം. വിട് ദിവ്യ, എന്നെ വിട്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. വിവാഹത്തിന് നമുക്ക് പോകാം. കുറച്ച് സമയം കഴിയട്ടെ. അതിനൊന്നും സമയമില്ല. 11:30 മുഹൂർത്തം. അതെ. ഇപ്പോ സമയം 9 മണി ആയതേ ഉള്ളൂ. ആണോ? ആ അതെ. 1 മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യൂ, എന്നിട്ട് പോവാം. പ്ലീസ്, പറയുന്നത് കേക്ക്. എങ്ങനെയുണ്ട് ഡോക്ടർ? സത്യം ഒന്ന് വരൂ. എന്താ ഡോക്ടർ? വരൂ, പറയാം. ചെല്ല്. എന്താ ഡോക്ടർ, ചേച്ചിക്ക് എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല. ദിവ്യയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെയോ? അവൾ പുറത്തു പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അയ്യോ, അതെന്താ അങ്ങനെ? ഇപ്പോൾ സെഡേഷൻ കൊടുത്ത് മയക്കിയിരിക്കുക. ഒരു 10 മിനിറ്റ് മയങ്ങി കിടക്കട്ടെ. എന്താ ഡോക്ടർ അവള് പുറത്തു പോണോന്ന് പറയുന്നത്? ദിവ്യയുടെ മനസ്സിൽ ഇന്ന് അവളുടെ വിവാഹമാണ്. അതായത് അന്ന് ആക്സിഡന്റ് പറ്റിയത് മുതൽ പിന്നീട് നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അപ്പോ എല്ലാം ശരിയാകും. ഞാൻ പറഞ്ഞ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. സത്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് കരുതിയാൽ മതി. ഞാനൊന്ന് ചേച്ചിയെ കണ്ടോട്ടെ? തീർച്ചയായും. കണ്ടാ മാത്രം പോരാ, ദിവ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ഞാൻ ശ്രമിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ. ദിവ്യ ഇപ്പൊ നല്ല മയക്കത്തിലാ. ശരി ഡോക്ടർ. ചെല്ലു സത്യ, ദിവ്യയെ കയറി കണ്ടോളാൻ പറഞ്ഞല്ലോ. എന്തോ എനിക്കൊരു ടെൻഷൻ പോലെ. ഞാൻ എന്തു പറഞ്ഞ ചേച്ചിയെ മനസ്സിലാക്കേണ്ടത്? എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ചേച്ചി വിശ്വസിക്കുമെന്നും പറയാൻ പറ്റില്ല. ദിവ്യ ഇപ്പൊ പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത ആളെന്നല്ലേ പറഞ്ഞത്? അതെ. കല്യാണ ദിവസം തലേന്ന് രാഹുൽ തട്ടിക്കൊണ്ടുപോയതും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന വഴി ആക്സിഡന്റ് ആയതും അത്രമാത്രമേ അവൾക്ക് അറിയുള്ളൂന്ന്. അതുകൊണ്ടാ ഇന്ന് അവളുടെ വിവാഹ ദിവസമാണെന്ന് അവൾക്ക് തോന്നുന്നത്. അപ്പോ അഭിയെ കണ്ടുമുട്ടിയതും അയാൾക്കൊപ്പം നടന്നതെല്ലാം മറന്നതാണോ? ആ അതെ. ഇന്ന് അവളുടെ വിവാഹമാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടാൻ മുറവിളി കൂട്ടുന്ന അവളെ ഞാൻ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കുക? 1 വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് ദിവ്യയ്ക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥിതിക്ക് സത്യയെ സുധി വിവാഹം ചെയ്ത കാര്യവും ദിവ്യയ്ക്ക് അറിയില്ല. ഇല്ല. അപ്പോ അവളുടെ മനസ്സിൽ സുധി മാത്രമേ ഉള്ളൂ. ആ
അവനെ വിവാഹം ചെയ്യാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാ അവൾ ഇപ്പോഴും. എന്തായാലും സത്യ പോയി ദിവ്യയെ കണ്ട് സംസാരിക്കുക. ഞാൻ എങ്ങനെ സംഭവിച്ചതല്ല അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അത് അവള് വിശ്വസിക്കൂ. സുധി ഞാനും തമ്മിൽ വിവാഹം ചെയ്ത കാര്യം ദിവ്യച്ച് അംഗീകരിച്ചു തരണമെന്നില്ല. സത്യ, ദിവ്യയെന്ന് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകാൻ പോകുന്നത് പറയാൻ പറ്റില്ല. ഏത് വിധത്തിലുള്ള പ്രതികരണവും സഹിക്കാൻ ഞാൻ തയ്യാറാ. അത് എന്റെ ചേച്ചിയല്ലേ. അവളിനിയിപ്പം എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. എന്നാലും നടന്നതെല്ലാം അവൾ അറിയണം. അത് അവളോട് പറഞ്ഞേ പറ്റൂ. എന്താ ഇത്? അവിടെ കിടക്കാനല്ലേ പറഞ്ഞു? എന്നെ വിട, എനിക്ക് പോണം. മുഹൂർത്തം ആവാറായി. എന്നെ വിടാൻ. എന്താ കൊച്ചു കാണിക്കുന്നേ? ഒന്ന് മാറി നിക്ക. അവിടെ എല്ലാവരും എന്നെ കാത്തു നിൽക്കും. ടെൻഷൻ അടിക്കും. എനിക്ക് ശ്രീപാദ ഓഡിറ്റോറിയത്തിൽ എത്തണം. എന്റെ കല്യാണം നടക്കേണ്ട സമയം. ഒന്ന് മാറി നിക്ക്. മുഹൂർത്തത്തിന് മുൻപ് എനിക്ക് കതിർമണ്ഡപത്തിൽ എത്തണം. മാറി നിക്ക. പ്ലീസ് മാഡം, കിടക്ക്. എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? ചേച്ചി, എനിക്ക് പോണം. മാറ്. പോണെന്ന്. ചേച്ചി ഇത് എവിടേക്കാ പോകുന്നത്? സത്യ, ഇവരെന്നെ കല്യാണത്തിന് പോവാൻ സമ്മതിക്കുന്നില്ല. നീ ഒന്ന് പറ, നിന്റെ ചേച്ചിയുടെ കല്യാണമാണെന്ന്. ഇനി വൈകിയ മുഹൂർത്തം തെറ്റും. ചേച്ചി നോക്ക്, ടെൻഷൻ അടിക്കാതെ. സുധിയുമായുള്ള ചേച്ചിയുടെ വിവാഹം നടക്കും. സത്യ, ഒരുപാട് ലേറ്റ് ആയി. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചേച്ചി ഒന്നും വിഷമിക്കാതിരിക്കെ. ഞാനല്ലേ പറയുന്നേ. മുഹൂർത്ത സമയത്തിന് മുൻപ് ചേച്ചിയെ ഞാൻ കതിർമണ്ഡപത്തിൽ എത്തിക്കാം. എന്നെ എത്ര വേഗം സുധിയുടെ അടുത്ത് എത്തിക്ക് സത്യ. എത്തിക്കാന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ വിവാഹം സത്യ നടത്തി തരും. എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? എന്താടേ, നിനക്ക് എന്നെ ഇപ്പോഴും സംശയമാണോ? നമ്മുടെ അച്ഛനാണ്. നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരും. എനിക്ക് തലവേദനിക്കുന്നു. കിടക്ക്. എന്തായി സാറേ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. സാറ് മണിമംഗലത്ത് അന്വേഷിച്ചു? ഇല്ല. കുന്തം പോയ കുടത്തിലും തിരയണമല്ലോ സാറേ. ഹലോ, ഞാനാ അഭിജിത്ത്. എന്തിനാ വിളിച്ചെന്ന് പറ. ദിവ്യ നീ എന്ത് ചെയ്തു? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. ദിവ്യ എവിടെ? നിന്റെ കളി എന്നോട് വേണ്ട. ഞാനും ദിവ്യയുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. അവളെ നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സുധിയും ദിവ്യയും തമ്മിലുള്ള വിവാഹം, അത് നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം നിങ്ങളുടെ വിവാഹം എൻ്റെ ആവശ്യമാണ്. ഞാൻ മലേഷ്യയിൽ നിന്ന് വന്ന ശേഷം പുറത്തിറങ്ങിയിട്ടില്ല. ആ സ്ഥിതിക്ക് ദിവ്യ ഞാൻ എവിടെ കൊണ്ടുപോകാനാ? അപ്പം നിനക്കറിയില്ല ദിവ്യ എവിടെയുണ്ടെന്ന്? ഇല്ല. അവൻ വന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ടേ ഇല്ലെന്ന്. എന്തായാലും അവനെ വാച്ച് ചെയ്യാൻ ആളെ അയക്കണം. പ്രണയത്തിന്റെ പേരിൽ പിടിപ്പുകേട് സംഭവിക്കരുതല്ലോ.
ചേച്ചി എഴുന്നേറ്റോ? ഇന്നത്തെ തീയതിയും വർഷമൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ 2021 ഏപ്രിലാണെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു. ഞാനൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി, എല്ലാവരും എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്താ ചേച്ചി? ആരും ചേച്ചിയെ പറ്റിച്ചിട്ടില്ല. സുധിയുടെയും എന്റെയും വിവാഹം, അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മാനസിക പ്രശ്നമുണ്ട് സത്യ. ഭ്രാന്താണോ എനിക്ക്? ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ചേച്ചി, ചേച്ചി നിനക്കൊന്നുമില്ല. സുധി നിന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടും, സത്യം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് ചേച്ചി ക്ഷമയോടെ കേൾക്കണം. പറ, ഞാൻ കേൾക്കാം. നീയും സുധിയും തമ്മിൽ വിവാഹം കഴിക്കാനുള്ള ദിവസം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. ഒരു വർഷം മുൻപായിരുന്നു ചേച്ചിയുടെ ആക്സിഡന്റ് നടന്നത്. അന്ന് നീയും സുധിയും തമ്മിൽ വിവാഹം നടക്കേണ്ട ദിവസത്തിന്റെ തലേന്ന് രാത്രി. വിചാരിച്ചതുപോലെ സുധിക്ക് ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന സ്നേഹമായിരുന്നില്ല. അവന് ഞാൻ വെറും ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാ ചേച്ചി. ഒരു മുറിയിൽ ഒരേ കട്ടിലിൽ കിടക്കുമ്പോഴും ഞങ്ങൾ ഒരുപാട് ദൂരത്തായിരുന്നു. സുധിയുടെ മനസ്സിൽ എന്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. 1 വർഷം മുൻപോ? കള്ളം, പച്ചക്കള്ളം. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എവിടെയായിരുന്നു? അതും പറയാം. അന്ന് രാഹുലിന്റെ കയ്യിൽ നിന്നും ചേച്ചി രക്ഷപ്പെട്ട് ഓടിയില്ലേ? അന്ന് അഭിജിത്ത്,
ആരാണ് അയാൾ? അയാളുടെ ആവശ്യം അയാളുടെ ബിസിനസിന്റെ വളർച്ചയായിരുന്നു. അതിനുവേണ്ടി അയാൾ ചേച്ചിയെ ഉപയോഗപ്പെടുത്തി. എന്നെയും സുധിയും തമ്മിൽ അകറ്റി. ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. ചേച്ചി വിശ്വസിച്ചേ പറ്റൂ. ഒരു വർഷത്തിനിടെ എന്റെയും സുധിയുടെയും ചേച്ചിയുടെയും ഇടയിൽ സംഭവിച്ചതെല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഡോക്ടർ, ഈ ഡോക്ടർ ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ ചികിത്സിച്ചത്.